Hi dear friends, welcome to Kerala MechTech. എല്ലാവർക്കും ഹാപ്പി റിപ്പബ്ലിക് ഡേ. നമ്മുടെ ബീറ്റ് എഞ്ചിൻ ഓവറോളിൻ്റെ സെക്കൻഡ് പാർട്ടും കൊണ്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബീറ്റിൻ്റെ നമുക്ക് 3 ബീറ്റായിരുന്നു ഉണ്ടായത്. കഴിഞ്ഞ വീഡിയോ ഫസ്റ്റ് പാർട്ട് കണ്ട എല്ലാവർക്കും അറിയാം. അതിൽ നിന്ന് ഈ ഒരു വണ്ടിക്കായിരുന്നു ശരിക്കും എഞ്ചിൻ പണി ഉണ്ടായിരുന്നത്. അതും പാർഷ്യൽ എഞ്ചിൻ വർക്കായിരുന്നു, ഫുൾ എഞ്ചിൻ വർക്ക് അല്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എഞ്ചിൻ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്റ്റാർട്ടിങ് ഞാൻ ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിരുന്നു മെയിനായിട്ട്, എഞ്ചിൻ ഇഷ്യൂ വന്നിട്ട് സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിരുന്നു മെയിനായിട്ട് ഈ വണ്ടി ഇവിടെ വന്നിരുന്നത്. അപ്പോൾ നമ്മളെല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് ചെക്ക് ചെയ്യാം. നമ്മൾ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഹീറ്റർ എടുത്തു. നോർമലി വണ്ടി സ്റ്റാർട്ടാകുന്ന പോലെ തന്നെ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. അതായത് ഒറ്റ സെൽഫിന് വണ്ടി സ്റ്റാർട്ടാകുന്നുണ്ട്. നേരത്തെ ചിലപ്പോൾ 2-3 തവണയൊക്കെ സെൽഫ് എടുത്ത വണ്ടി ചിലപ്പോൾ സ്റ്റാർട്ടാവും, ചിലപ്പോൾ സ്റ്റാർട്ടാവുന്നുണ്ടായിരുന്നില്ല. അതായിരുന്നു നേരത്തെ ഒരു സിറ്റുവേഷൻ. അതുപോലെ നമുക്ക് RPM ഫ്ലക്ച്വേഷൻ കാര്യമായിട്ടുണ്ടായിരുന്നു. ഇപ്പം അത്തരം കാര്യമായിട്ടുള്ള ഇഷ്യൂസ് ഒന്നും ഇവിടെ കാണാനായിട്ടില്ല. വൈറ്റ് സ്മോക്കിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രശ്നം നമ്മളിവിടെ സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നു ഈ വണ്ടിക്ക് ആക്ച്വലി സംഭവിച്ചിരുന്നതെന്ന് വെച്ചാൽ, ഓൾറെഡി ഈ വണ്ടി ഒരു തവണ എഞ്ചിൻ വർക്ക് കഴിഞ്ഞ ഒരു വണ്ടിയായിരുന്നു. പക്ഷേ ഇതിനകത്ത് പറ്റിയത് എന്താ വെച്ചാൽ, ഇതിൻ്റെ ഇഞ്ചക്ടറിന് കാര്യമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായിട്ട് ആ ഇഞ്ചക്ടർ ഇവർ സർവീസ് ചെയ്തിട്ട് അതിന് അതിൻ്റെ ഇഞ്ചക്ടറിൻ്റെ കംപ്ലയിൻറ്റ് കറക്റ്റായിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ് ട്രബിളും പ്രശ്നങ്ങളൊക്കെ ഇതിന് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ എങ്ങനെയൊക്കെ സെൽഫ് എടുത്താലും വണ്ടി സ്റ്റാർട്ടാവാത്ത ഒരു സിറ്റുവേഷൻ വരും. കസ്റ്റമർ അവസാനം വണ്ടി കുറേ തള്ളി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി സ്റ്റാർട്ടാവും. ആ ഒരു സിറ്റുവേഷനിലേക്ക് പോയി. അപ്പോൾ അങ്ങനെ വരുമ്പം ഇങ്ങനെയുള്ള വണ്ടി നമ്മൾ ഇതൊരു ശീലമായി. അതായത് അത്യാവശ്യം വരുമ്പോഴത്തേക്ക് നമുക്ക് വണ്ടി ഉപയോഗിക്കാണ്ട് പറ്റത്തില്ല. അപ്പം കസ്റ്റമർ ഇടയ്ക്കിടയ്ക്ക് തള്ളി വണ്ടി സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ടൈമിംഗ് ചെയിൻ്റെ ടെൻഷനർ കംപ്ലൈൻ്റ് ആയി. നമ്മൾ തള്ളി വണ്ടി എടുത്തു കഴിഞ്ഞാലുള്ള കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുള്ള കേസുകളാണിത്. ടെൻഷനർ കംപ്ലൈൻ്റ് ആയി. ടെൻഷനർ കംപ്ലൈൻ്റ് ആയതിനു ശേഷമാണ് ആക്ച്വലി ഇതിൻ്റെ ഈ ഒരു ടൈമിങ്ങിൽ വ്യത്യാസം വന്നേക്കുന്നത്, ചെറിയ രീതിയിലുള്ള വ്യത്യാസം വന്നേക്കുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നു, ഇതിന് ഈ ടൈമിങ് ഔട്ടായതിൻ്റെ ഒരു ട്രബിൾ കോഡും കാര്യങ്ങളൊക്കെ നമുക്ക് സ്കാൻ ടൂളിൽ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു ഇതിൻ്റെ ഇഷ്യൂസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇത് ഒരുപാട് ഇതിനെക്കുറിച്ച് നമ്മൾ ആദ്യമേ കസ്റ്റമറോട് ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറെക്കുറെയൊക്കെ എളുപ്പത്തിൽ തന്നെ ഇതിൻ്റെ വർക്ക് തീർക്കാനായിട്ട് സാധിച്ചു, കറക്റ്റായിട്ട് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇഞ്ചക്ടറിൻ്റെ കാര്യങ്ങൾ, ഇഞ്ചക്ടർ അയച്ച് നോക്കുമ്പോഴത്തേക്ക് ഇഞ്ചക്ടർ ഭയങ്കര മോശം കണ്ടീഷനിൽ തന്നെയായിരുന്നു. ഇഞ്ചക്ടർ അയച്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ അവിടെ ടെസ്റ്റ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ നേരത്തുള്ള പല വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്, ഇഞ്ചക്ടർ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ നേരത്തുള്ള വീഡിയോസിൽ പലരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് 2 ഇഞ്ചക്ടർ നമുക്ക് തിരിച്ച് കിട്ടി. ഒരെണ്ണം പാടായിരുന്നു, അത് വെച്ച് നമ്മളൊന്നും ഓടിച്ച് നോക്കി രക്ഷയുണ്ടായിരുന്നില്ല. പിന്നെ ആ ഇഞ്ചക്ടർ നമ്മൾ മാറേണ്ടി വന്നു. അപ്പം അങ്ങനെ ഇഞ്ചക്ടർ ഒരെണ്ണം മാറി, 2 സർവീസ് ചെയ്തെടുത്തു, പമ്പ് സർവീസ് ചെയ്തെടുത്തു, ഡീസൽ ഫിൽറ്റർ മാറി. പക്ഷേ ഈ തള്ളി സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് ഇതിന് വന്നേക്കുന്ന ലോസ് എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി തള്ളി സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ ഈ ടൈമിംഗ് ടെൻഷനർ കംപ്ലൈൻ്റ് ആയിട്ട് ചെയിൻ സ്ലാക്ക് ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് ചെയിൻ ഇങ്ങനെ ലൂസായിട്ട് വരുമ്പോഴത്തേക്ക് ടൈമിങ്ങിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം നമുക്ക് കാണിച്ചിരുന്നത്. അതുപോലെ ഇതിൻ്റെ ഹൈഡ്രോളിക് ടാപ്പറ്റുകൾക്ക് കംപ്ലയിൻറ്റ് വരും. നമ്മൾ തള്ളി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും ഈ ഹൈഡ്രോളിക് ടാപ്പറ്റ് ഒടിഞ്ഞ് കംപ്ലയിൻ്റ് ആയിട്ടും വരാറുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം പരമാവധി ഒഴിവാക്കുക, അല്ലെങ്കിൽ അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ മാത്രം ചെയ്യുക. അപ്പോൾ ഈ ഹൈഡ്രോളിക് ടാപ്പറ്റിൻ്റെ കേസ് ഈ പ്ലേ ഇതുപോലെ വന്ന് അല്ലെങ്കിൽ കംപ്ലയിൻ്റ് ആയിട്ടുള്ള നമ്മൾ നേരത്തെ സ്വിഫ്റ്റിൻ്റെ എഞ്ചിൻ ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയധികം ഇതിൻ്റെ ഈ ഒരു ടൈമിംഗ് കമ്പോണൻസ് മൊത്തത്തിൽ തന്നെ GMൻ്റെ തന്നെ ഷെവർലയുടെ തന്നെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ ടൈമിംഗ് ചെയ്യുമ്പം ഏതാണ്ട് സ്വിഫ്റ്റിൻ്റെ അതേ സ്റ്റൈൽ തന്നെയാണ് ടൈമിംഗ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം ഇതിൻ്റെ ഈ ഒരു ബാലൻസർ ഷാഫ്റ്റാണ്. ബാലൻസർ ഷാഫ്റ്റിന് കറക്റ്റ് ടൈമിംഗ് ചെയ്തില്ലെങ്കിൽ പണി മേടിക്കും ഇതിനകത്ത്. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര വർക്കുകളാണ് ഈ ബീറ്റിനെ സംബന്ധിച്ച് നമ്മൾ ചെയ്തത്. മേജർ ആയിട്ടുള്ള ഒരു എഞ്ചിൻ വർക്ക് ആയിരുന്നില്ല, പക്ഷേ ഇങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഇതിനകത്തുണ്ടായിരുന്നു. അത് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്തു. ഇപ്പം വണ്ടി നോർമലി സ്റ്റാർട്ടാകുന്ന പോലെ സ്റ്റാർട്ടാകും, കുഴപ്പങ്ങളൊന്നുമില്ല, സ്മോക്കില്ല. എങ്ങനെയായാലും കസ്റ്റമർ ഇത് ഒരു 2-3 കൊല്ലത്തിലധികം ഉപയോഗിക്കാം. അപ്പം മെയിൻലി ഇതിനകത്ത് ക്യാഷ് കൂടുതൽ ചിലവായത് ഇതിൻ്റെ ഇഞ്ചക്ഷൻ സംബന്ധമായ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനും ടൈമിങ്ങിനും അതുപോലെ ഈ ഹൈഡ്രോളിക് ടാപ്പറ്റുകളും കാര്യങ്ങളൊക്കെ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിന് കോസ്റ്റ് വന്നേക്കുന്നത്. ബാക്കി വണ്ടി ഓവറോൾ ഓക്കെയാണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ഷെയർ ചെയ്യാനുണ്ട്. ടിപ്സ് കാണാതെ സ്കിപ്പ് ചെയ്ത് പോകരുത്. കാരണം ഇത് ബീറ്റ് ഉപയോഗിക്കുന്നവർക്കും അതേപോലെ ബീറ്റ് പണിയുന്ന മെക്കാനിക്സ് എന്നെ പോലുള്ള സുഹൃത്തുക്കൾക്ക്, ടെക്നീഷ്യന്മാർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ടിപ്സുകളാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ബീറ്റ് സ്റ്റാർട്ടിങ് ട്രബിൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് കയറി മേജർ കമ്പോണൻസ് അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള സാധനങ്ങളെ ഡയറക്റ്റ് കയറി റീപ്ലേസ് ചെയ്യുകയോ അല്ലെങ്കിൽ അയച്ച് പണിയാതെ നമുക്ക് ബേസിക്കിൽ നിന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുക. കാരണം ഇത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സീനാണ്. ബീറ്റ് മാത്രമല്ല, മിക്ക 3 സിലിണ്ടർ എഞ്ചിൻസിനും സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്.
അപ്പം ഡയറക്റ്റ് നമ്മൾ ഇഞ്ചക്ടറോ പമ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യമേ പണിയുന്നതിനേക്കാളും മുന്നേ നമ്മൾ ബേസിക് ലെവലിലുള്ള ടെസ്റ്റുകൾ കംപ്ലീറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ കയ്യിൽ നിന്ന് ഇഷ്ടംപോലെ കാശ് പോകും എന്നുള്ളതിൽ യാതൊരുവിധ സംശയം ഇല്ല. കാരണം ഈ ഉദാഹരണം തന്നെയാണ് ഈ ഒരു കസ്റ്റമറിൻ്റെ കാര്യം. ഈ ഒരു കസ്റ്റമർ ഓൾറെഡി നല്ലൊരു എമൗണ്ട് ഈ വണ്ടിക്ക് വേണ്ടി സ്റ്റാർട്ടിങ് ട്രബിളിന് മാറ്റാൻ വേണ്ടിയിട്ട് ചിലവാക്കിയിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ വന്നതിന് ശേഷം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോന്ന് ചെക്ക് ചെയ്താണ് അതിൻ്റെ റൂട്ട് കോസ് മനസ്സിലാക്കിയിട്ട് ഇത് സോർട്ട് ഔട്ട് ചെയ്ത് കൊടുത്തിരുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥ മറ്റുള്ളവർക്ക് വരാതിരിക്കട്ടെ എന്ന് വെച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ കുറച്ച് ടിപ്സ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ടിപ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബേസിക് ലെവൽ ടെസ്റ്റുകൾ ബീറ്റ് സ്റ്റാർട്ടിങ് ട്രബിൾ ഉള്ളവർ ശ്രദ്ധിച്ച് കാണുക. ഇനി സ്റ്റാർട്ടിങ് ട്രബിൾ ഡയഗ്നോസ് ചെയ്യുന്ന മെക്കാനിക് സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്കും കൂടി ഇത് വിളിക്കും. അവരിത് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ, ടിപ്സ് സ്കിപ്പ് ചെയ്യാതെ കാണുക. മറ്റുള്ളവർക്കും കൂടി പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. വണ്ടിയുടെ 90% ഇഷ്യൂസും ബേസിക് ലെവൽ കാര്യം മുതലായിരിക്കും സ്റ്റാർട്ട് ആകുന്നത്. ബേസിക് ലെവൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ നിന്നായിരിക്കും 90% ഇഷ്യൂസും വണ്ടിയിലേക്ക് വരുന്നത്. അത് നമ്മൾ സ്കിപ്പ് ചെയ്യാതെ അല്ലെങ്കിൽ അശ്രദ്ധ മൂലം അത് ശ്രദ്ധിക്കാണ്ട് അല്ലെങ്കിൽ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാണ്ട് മേജർ കാര്യത്തിലേക്ക് മേജർ കമ്പോണൻറ്റിലേക്ക് പോകുമ്പോഴത്തേക്കാണ് നമുക്ക് അതിനകത്ത് പാഴ്ചകൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ബേസിക് ലെവൽ കാര്യങ്ങൾ മുതൽ സ്റ്റാർട്ട് ചെയ്യുക. ഉദാഹരണത്തിനായി നമ്മൾക്കിപ്പോൾ ഒരു സ്റ്റാർട്ടിങ് ട്രബിളുള്ള വണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ ചെയ്യേണ്ട കാര്യം ബാറ്ററി ഫസ്റ്റായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുക. 3 സിലിണ്ടർ എഞ്ചിൻസിന് ക്രാങ്കിങ് സ്പീഡ് നമുക്ക് സൗണ്ട് വണ്ടിയുടെ സെൽഫ് എടുക്കാൻ നേരത്ത് ആ ഒരു സൗണ്ട് കേട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തില്ല. പെട്ടെന്ന് അത് അറിയത്തില്ല. അല്ലെങ്കിൽ അത്രയ്ക്കും ബാറ്ററി ഡൗൺ ആയി പോകണം, അല്ലെങ്കിൽ അത്രയ്ക്കും സ്റ്റാർട്ടർ മോട്ടറിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരണം. ആയതിനാൽ നമ്മളിത് പ്രോപ്പറായിട്ട് തന്നെ ടെസ്റ്റ് ചെയ്യുക. അപ്പം ബാറ്ററിയുടെ കണ്ടീഷൻ എങ്ങനെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്? മൾട്ടിമീറ്റർ വെച്ച് നമ്മൾ ബാറ്ററിയുടെ വോൾട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യുക. 12.50 വോൾട്ട് എങ്കിലും ഏറ്റവും മിനിമം ബാറ്ററിക്ക് വോൾട്ട് ഉണ്ടാവണം. അതിൽ താഴെയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ബാറ്ററി ചാർജ് ചെയ്യിച്ചെടുക്കുക, അല്ലെങ്കിൽ ബാറ്ററി മാറ്റി വെച്ച് നോക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ഇവിടെയുള്ള നമ്മുടെ ഈ ബാറ്ററി ടെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ വോൾട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 12.77 വോൾട്ട് ഉണ്ട്. സെക്കൻഡ് ടെസ്റ്റ് ബാറ്ററിയുടെ കേസിൽ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഗ്രാവിറ്റി ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഓരോ സെല്ലിൻ്റെയും ഗ്രാവിറ്റി നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അത് ഗ്രാവിറ്റി നമുക്ക് സ്പെസിഫിക് ലെവൽ വരെ മീറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതല്ലെങ്കിൽ ഇപ്പം നമുക്ക് അഡ്വാൻസ് ആയിട്ടുള്ള ബാറ്ററി ടെസ്റ്റിംഗ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അത് വെച്ച് നമുക്ക് ബാറ്ററിയുടെ കണ്ടീഷൻ നമുക്ക് അറിയാൻ പറ്റും. അപ്പം അത് നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ ഈ ഒരു ബാറ്ററി ടെസ്റ്റർ ഉണ്ട്. നമുക്കിത് വെച്ച് ഇതിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് ഇൻഡിക്കേഷൻസ് ഉണ്ട്. നമുക്കിപ്പം കാണാൻ സാധിക്കും ഇത് ഇൻഡിക്കേഷൻ ഫുൾ ലൈലാണ്. ഇപ്പോൾ മീഡിയം ആണെങ്കിൽ ഇവിടെ ഈ ഒരു ഗ്രീൻ ലൈറ്റ് വരത്തില്ല. നമുക്ക് ഈ മിഡിൽ ലെവലിലുള്ള ഈ യെല്ലോ ലൈറ്റ് മാത്രമേ കാണുള്ളൂ. അപ്പോൾ ഫുള്ള് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ഇത് ബാറ്ററി സ്റ്റേറ്റ് ഓഫ് ചാർജ് കറക്റ്റാണ്, ഫുള്ളാണ്. ഇനി നമുക്ക് ഈസി ആയിട്ട് ബാറ്ററിയുടെ കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആയി. അപ്പോൾ നെക്സ്റ്റ് നമുക്കിനി ഈസി ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്ന കേസ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ എയർ ഫിൽട്ടർ. എൻ്റെ അടുത്ത് വന്നേക്കുന്ന 80% വണ്ടികളുടെയും എയർ ഫിൽട്ടർ ചോക്കായിട്ട് വന്ന ഒരു അവസ്ഥയുണ്ട്. എന്താണ് ആൾക്കാർ ഇത് ശ്രദ്ധിക്കാത്തതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കഴിഞ്ഞ ഒരു ചെറിയ ഷോർട്ട് വീഡിയോസിൽ ഞാനത് ഷെയർ ചെയ്തിരുന്നു. എയർ ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചോക്കായിട്ടാണ് വണ്ടി വന്നിരുന്നത്. അപ്പോൾ എയർ ഫിൽട്ടർ അഴിച്ച് ചെക്ക് ചെയ്യുക. ചോക്കാണെങ്കിൽ എയർ ഫിൽട്ടർ മാറ്റി നോക്കുക. എയർ ഫ്ലോ സെൻസർ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നോക്കുക. ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ട് വണ്ടിക്ക് സ്റ്റാർട്ടിങ് ഇമ്പ്രൂവ്മെൻറ്റ് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. ആവുന്നുണ്ടെങ്കിൽ നല്ല കാര്യം. ആകുന്നില്ല എങ്കിൽ ബീറ്റിൻ്റെ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഹീറ്റർ പ്ലഗ്സ് വളരെ സെൻസിറ്റീവാണ്. ഹീറ്റർ പ്ലഗ് ചെക്ക് ചെയ്ത് നോക്കാൻ മാറേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഹീറ്റർ പ്ലഗ് മാറുക. ഇത്തരം കാര്യങ്ങളായി. ഇനി നമുക്കറിയേണ്ടത് ഇതിൻ്റെ ക്രാങ്കിങ് സ്പീഡ് നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു എക്യുപ്മെൻറ്റ് അല്ലെങ്കിൽ സ്കാനിങ് ഇല്ലാത്ത ഇപ്പം വലിയ പാടാണ് വണ്ടികൾ ഡയഗ്നോസ് ചെയ്യാനായിട്ട്. അപ്പം സ്കാനിങ് ഉപയോഗിച്ച് നമുക്കിതിൻ്റെ ക്രാങ്കിങ് സ്പീഡ് ടെസ്റ്റ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമുക്ക് ഞാൻ 2 വണ്ടിയുടെ സ്റ്റാർട്ടിങ് ടെസ്റ്റ് സ്കാൻ ടൂളിലൂടെ ചെക്ക് ചെയ്ത് കാണിക്കാം. അതിനകത്ത് വരുന്ന വേരിയേഷൻ എന്താണെന്നുള്ളത് ചെക്ക് ചെയ്ത് കാണിക്കുക. അത് ഇച്ചിരി ഡെപ്തായിട്ട് അതിനെക്കുറിച്ച് കുറച്ച് ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് തരുകയും ചെയ്യാം. അപ്പം അതിനകത്ത് നമുക്ക് ഗുഡായിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റാർട്ടിംഗ് മോട്ടർ എങ്ങനെയാണ് ഇരിക്കേണ്ടത്, അതിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് വരേണ്ടത്, ഇംപ്രോപ്പറായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ മോശം സ്റ്റാർട്ടിംഗ് മോട്ടറിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് മോട്ടറിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. പല രീതിയിൽ ചെയ്യാം. സ്കാൻ ടൂൾ അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ വോൾട്ടേജ് ഡ്രോപ്പ് വെച്ച് ടെസ്റ്റ് ചെയ്യാം. മൾട്ടിമീറ്റർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു ആംപ് ക്ലാമ്പ് വെച്ച് ആംപിയറിൽ വരുന്ന വേരിയേഷൻ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇതൊക്കെ ഇതിൻ്റെ ബേസിക് കാര്യങ്ങളാണ്. അതിനുശേഷമേ നമ്മൾ ഒരിക്കലും മേജറായിട്ടുള്ള കമ്പോണൻറ്റിലേക്ക് പോകും. ലൈക്ക് എഞ്ചിൻ ഓവറോൾ ആയാലും അല്ലെങ്കിൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം ആയാലും പമ്പായാലും ECU ആയാലും എന്ത് കേസ് ഉണ്ടെങ്കിലും നമ്മൾ ബേസിക് ലെവൽ കാര്യങ്ങൾ ആദ്യമേ ടെസ്റ്റ് ചെയ്ത് നോക്കുക.
അപ്പോൾ ഇവിടെ നമ്മൾ ഈ 3 സിലിണ്ടർ എഞ്ചിൻസിൻ്റെ കാര്യത്തിൽ ഇതിൻ്റെ ക്രാങ്കിങ് സ്പീഡ് ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് ഇച്ചിരി പാടാണ്. കാരണം ചെറിയ വേരിയേഷൻ വന്നാൽ പോലും ഇത് പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ആവത്തില്ല. അതായത് ഡീസൽ വണ്ടി ആയതിനാൽ ഇത് കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻ ആയതിനാൽ ഇതിൻ്റെ ക്രാങ്കിങ് സ്പീഡ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിനെ കാര്യമായിട്ട് തന്നെ ബാധിക്കും. ക്രാങ്കിങ് സ്പീഡ് ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ഈ ഗ്രാഫിലൂടെ മനസ്സിലാക്കാം. ഇവിടെ ഞാൻ സെൽഫ് എടുക്കുന്ന നേരത്തുള്ള എഞ്ചിൻ RPM, അതായത് എഞ്ചിൻ സ്പീഡ്, വേണ്ട അതായത് ഡിസൈഡ്, അതായത് എത്ര ഐഡ്ലിംഗ് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള എത്ര സ്പീഡാണ് ഇവിടെ വേണ്ടത് അത്, അതേപോലെ ഫ്യൂൽ പ്രഷർ, ഇങ്ങനെ 3 ഗ്രാഫ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പണ്ട് ഇതുപോലെ നമ്മൾ ചെക്ക് ചെയ്ത ഒരു സ്വിഫ്റ്റിൻ്റെ വീഡിയോയിൽ നമുക്കിവിടെ പ്രഷറിൻ്റെ ഇഷ്യൂ ആയിരുന്നു വന്നിരുന്നത്. പ്രഷർ ഭയങ്കര വേരി ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ സ്പീഡാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. നമ്മൾ ഈ ഗ്രാഫ് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പം നമ്മൾ ഇവിടെ സെൽഫ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. നമുക്ക് കാണാം 25, 182, 192, അതായത് RPM ആണ്. എഞ്ചിൻ RPM സെൽഫ് എടുക്കുമ്പോൾ എഞ്ചിൻ RPM ആണ്. വളരെ ഗ്രാജുവലിയാണ് ഗ്രാഫ് വരുന്നത്. 196 കഴിഞ്ഞ് 192 കഴിഞ്ഞ് 206, പിന്നെ ഭയങ്കരമായിട്ട് ഡ്രാഗിങ്. അതിന് ശേഷമാണ് വണ്ടി സ്റ്റാർട്ടിങ്ങിലേക്ക് വരുന്നത്. അതായത് ഐഡ്ലിംഗ് സ്പീഡ്. അത് കഴിഞ്ഞ് ഇവിടെ നമുക്ക് ഈ ഗ്രാഫ് കാണാം, പെട്ടെന്നൊരു ഹൈക്കാണ് വരുന്നത്. ഈ ഗ്രാഫ് ഞാൻ വലുതായി കാണിച്ചു തരാം. അപ്പോൾ ഈ ഗ്രാഫ് നമുക്ക് കാണാം വളരെ ഗ്രാജുവലി ഇങ്ങനെ കയറി ഇറങ്ങിയിട്ടാണ് സംഭവം കറക്റ്റ് സ്റ്റാർട്ടിങ്ങിലേക്ക് വരുന്നത്. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ക്രാങ്കിങ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 RPM-നെക്കാട്ടിലും കൂടുതൽ വേണം, 200 ഓർ അബോവ് വേണം. അതിൽ താഴെയാണെങ്കിൽ വണ്ടിക്ക് തീർച്ചയായിട്ടും സ്റ്റാർട്ടിങ് ട്രബിൾ വരും. എഞ്ചിൻ കണ്ടീഷൻ, ഇഞ്ചക്ടർ കണ്ടീഷൻ എല്ലാം ഓക്കെ ആണെങ്കിൽ പോലും വണ്ടിക്ക് സ്റ്റാർട്ടിങ് ട്രബിൾ വരും. വണ്ടി ഈസി ആയിട്ട് സ്റ്റാർട്ട് ആവത്തില്ല. അപ്പോൾ ഈ ഒരു ഗ്രാഫിലൂടെ നമുക്ക് മനസ്സിലായി. ഇനി കറക്റ്റ് ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു വണ്ടിയുടെ ഗ്രാഫ് ഇവിടെ ഞാൻ ഷെയർ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ രണ്ടാമത്തെ ഗ്രാഫ് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിനകത്ത് നമ്മൾ സെൽഫ് എടുക്കുമ്പോൾ 186 ഒറ്റയടിക്ക്, വേറെ ഡ്രാഗിങ് ഇല്ല. 186 കഴിഞ്ഞ് ഒറ്റയടിക്ക് 225 കഴിഞ്ഞ് മേളിലോട്ട് കയറി പോകുന്നുണ്ട്. അപ്പോൾ അത് ഡീസൽ വണ്ടികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇത് കമ്പഷൻ ഇഗ്നീഷൻ എഞ്ചിൻ ആയതുകൊണ്ട് ക്രാങ്കിങ് സ്പീഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കംപ്രഷൻ പ്രോപ്പർ അല്ലെങ്കിൽ ഫ്യൂൽ ബേൺ ആവത്തില്ല. ഫ്യൂൽ കറക്റ്റായിട്ട് ബേൺ ആവത്തില്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആവത്തില്ല. അപ്പം ഈ ഒരു സംഭവം ഏറ്റവും മിനിമം ഒരു 200 ക്രാങ്കിങ് സ്പീഡ് ഉണ്ടാവണം. അതും ഒറ്റ ജമ്പിൽ തന്നെ 200 RPM എങ്കിലും ക്രാങ്കിങ് സ്പീഡ് വരണം. 200 RPM വരെ എഞ്ചിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാനുള്ള പൊട്ടൻഷ്യൽ നമ്മുടെ സ്റ്റാർട്ടിങ് മോട്ടറിനും ബാറ്ററിക്കും ഉണ്ടാവണം. 200 അബോവ് പോവാം. 200-നെക്കാട്ടിലും ബിലോ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടിങ് ബുദ്ധിമുട്ട് കാണിക്കും. അപ്പം ഇവിടെ ഈ ഒരു ഇഷ്യൂ ബാറ്ററിയുടെ വോൾട്ടേജ് ഡൗൺ ആണെങ്കിൽ, അല്ലെങ്കിൽ ബാറ്ററിക്ക് ക്രാങ്കിങ് ആംബിയർ കുറവാണെങ്കിലും വരാം, സ്റ്റാർട്ടർ മോട്ടറിന് കംപ്ലൈൻറ്റ് ആണെങ്കിലും വരാം. അപ്പോൾ നമ്മൾ ആദ്യമേ ടെസ്റ്റ് ചെയ്യേണ്ടത് ബാറ്ററിയാണ്. ബാറ്ററി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് സ്റ്റാർട്ടർ മോട്ടറാണ്. അപ്പോൾ ഒരു മോശമായ സ്റ്റാർട്ടിംഗ് മോട്ടറിൻ്റെ ഗ്രാഫ് ഏതാണ്ട് ഇതുപോലെ ഇരിക്കും. നമ്മൾ ക്രാങ്ക് ചെയ്യുമ്പോൾ സ്പീഡ് സ്ലോ ആണ്. 25, 182, 192 അങ്ങനെ എഴഞ്ഞാണ് ഏതാണ്ട് ഒരു 200 അബോവിലേക്കുള്ള ഒരു സ്പീഡ് വരുന്നത്. ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വണ്ടിക്ക് സ്റ്റാർട്ടിംഗ് ഡിലേ ഉണ്ടാവും, ഒരുപാട് ക്രാങ്ക് ചെയ്യേണ്ടി വരും. അതേസമയം നമ്മളൊരു ഗുഡ് സ്റ്റാർട്ടിംഗ് മോട്ടർ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഒറ്റയടിക്കുന്ന 156 കഴിഞ്ഞ് 225 ഒറ്റയടിക്കുന്ന ഗിയർ, അതായത് അബോവ് 200 പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വണ്ടിക്ക് സ്റ്റാർട്ടിംഗ് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഈ കാണുന്ന ഗ്രാഫ് നമുക്കിവിടെ കാണാം. ഈ ഒരു 241 0 എന്ന് വരുന്ന ഈ ഒരു ചേഞ്ച്, അതായത് ക്രാങ്കിങ് സ്പീഡ് ഒറ്റയടിക്ക് 200 ഓർ അബോവ് 200 പോകുന്ന ഒരു അവസ്ഥയാണെങ്കിൽ വണ്ടിക്ക് സ്റ്റാർട്ടർ സംബന്ധമായ അല്ലെങ്കിൽ ബാറ്ററി സംബന്ധമായ കംപ്ലൈൻറ്റുകളില്ല. വളരെ സ്ലോലി ഇഴഞ്ഞ് 25, 35, 135, 170, 190, 200 ആ രീതിയിലാണ് ഈ സംഭവം, ഈ ഗ്രാഫ് കയറി വരുന്നതെങ്കിൽ ഇവിടെ ഭയങ്കര കർവായിരിക്കും ഈ ഏരിയയിൽ. അപ്പോൾ ആ ഒരു ഗ്രാഫ് വ്യത്യാസം നമുക്കിവിടെ കാണാൻ പറ്റും. അങ്ങനെ വരികയാണെങ്കിൽ ഇറ്റ് മീൻസ് ഒന്നിലെ ബാറ്ററിക്ക് കംപ്ലൈൻറ്റ് ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റാർട്ടർ മോട്ടറിന് കംപ്ലൈൻറ്റ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ക്ലിയർ ചെയ്യുക. ഈ സംഭവം നമ്മൾ ജസ്റ്റ് ഒന്ന് സെൽഫ് എടുത്ത് ആ സ്റ്റാർട്ടർ വർക്ക് ആവുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാവത്തില്ല ഒരിക്കലും. ഇനി അതല്ല സെൽഫ് മോട്ടർ ഊരി എടുത്ത് പുറത്ത് 2 വയറും കൊടുത്ത് കറക്കി നോക്കിയാൽ നമുക്ക് മനസ്സിലാവത്തില്ല. കാരണം എഞ്ചിൻ ലോഡ് എടുക്കുമ്പം ആണ് സെൽഫ് മോട്ടർ കറക്റ്റായിട്ടുള്ള അതിൻ്റെ പ്രവർത്തനം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, ഇപ്പം സ്റ്റാർട്ടിംഗ് മോട്ടറിനാണ് കംപ്ലൈൻറ്റ് എന്നെങ്കിൽ സ്റ്റാർട്ടിംഗ് മോട്ടർ ഊരി എടുത്തിട്ട് പുറത്ത് അതിനെ ഡിസസംബിൾ ചെയ്തിട്ട് അതിൻ്റെ പോയ കമ്പോണൻസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് റീപ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റാർട്ടർ മോട്ടർ മാറി വെച്ച് നോക്കുക. അതിനുശേഷം മതി ബാക്കിയുള്ള മേജറായിട്ടുള്ള കാര്യങ്ങളിലേക്ക്
പോകാനായിട്ട്. ഇനി ഇത്തരം കാര്യങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്, അപ്പോൾ അതിലേക്ക് ഞാൻ വരാം. ഇത്തരം കാര്യങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ, വണ്ടിയുടെ കംപ്ലൈൻറ്റ് മാറുന്നില്ല എങ്കിൽ, പ്രത്യേകിച്ച് ട്രബിൾ കോഡ്സ് ഒന്നും കാണിക്കുന്നില്ല എങ്കിൽ, നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ പ്രൈമറി പമ്പിൻ്റെ ഔട്ട്പുട്ടാണ്. അതായത് നമുക്ക് ഈ മെയിൻ പമ്പിലേക്ക് ടാങ്കിനകത്ത് വരുന്ന പ്രൈമറി പമ്പിൽ നിന്നാണ് ഫ്യൂൽ സപ്ലൈ വരുന്നത്. ഈ ഒരു ഹോസിലൂടെയാണ് ആ ഫ്യൂൽ സപ്ലൈ കടന്നു വരുന്നത്. അതിൻ്റെ പ്രഷർ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പ്രഷറും അതിൻ്റെ ഫ്ലോയും നമുക്ക് ഈ ഒരു കണക്ടർ ഇവിടുന്ന് പിടിച്ച് ഈ പൈപ്പ് ഊരി എടുത്തിട്ട് ടെസ്റ്റ് ചെയ്താൽ മനസ്സിലാവും. തീരെ മോശമായിട്ടാണ് ആ ഒരു ഫ്ലോ വരുന്നതെങ്കിൽ നമ്മൾ ഡയറക്റ്റ് പോയി പമ്പ് മാറരുത്. നമ്മൾ ചെയ്യേണ്ടത് ആദ്യമേ ഫ്യൂൽ ഫിൽട്ടർ മാറുക. അപ്പം B20കളുടെ ഫ്യൂൽ ഫിൽട്ടർ എല്ലാവർക്കും അറിയാം, ടാങ്കിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടുന്ന് നമ്മൾ ഫ്യൂൽ ഫിൽട്ടർ റീപ്ലേസ് ചെയ്യിക്കുക. അതിന് പ്രത്യേക മെത്തേഡ് ഉണ്ട്, പ്രത്യേകം ശ്രദ്ധിച്ച് കറക്റ്റ് ഇൻസ്റ്റാളേഷൻ ചെയ്യണം. ഫ്യൂൽ ഫിൽട്ടർ മാറ്റിയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഫ്ലോ എന്നിട്ടും കറക്റ്റ് ആകുന്നില്ലെങ്കിൽ ടാങ്കിനകത്തെ പമ്പ് റീപ്ലേസ് ചെയ്ത് നോക്കുക. 90% ബീറ്റുകളുടെ സ്റ്റാർട്ടിങ് പ്രശ്നങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഓക്കെ ആവും. അപ്പോൾ ഇതൊരു പ്രൈമറി പമ്പിൻ്റെ കേസായിരുന്നു നേരത്തെ പറഞ്ഞത്. ഇനിയിപ്പോൾ നമുക്ക് സെക്കൻഡറി പമ്പ് ടെസ്റ്റ് ചെയ്യുന്ന കേസ് ഞാൻ ഓൾറെഡി മറ്റു പല വീഡിയോസിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതിനും നമ്മുടെ എർട്ടിഗ, ഫിയറ്റ് പൂണ്ടോ, ലീനിയ, അതുപോലെ സ്വിഫ്റ്റ് വണ്ടികൾക്കെല്ലാം ഏകദേശം കോമൺ ആണ്. അപ്പോൾ അത് നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആദ്യമേ നോക്കേണ്ടിയിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഈസി ആയിട്ട് പോകാനായിട്ട് സാധിക്കും. പിന്നെ എക്സോസ്റ്റ് ചോക്കായിട്ട് ചില വണ്ടികൾക്ക് വരാറുണ്ട്. അതൊക്കെ അത്രയ്ക്കും മോശം കണ്ടീഷൻ ആകുമ്പോഴാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് മെത്തേഡ് ഉണ്ട്. അത് ചോക്കാകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി വണ്ടിക്ക് ക്രാങ്കിങ് സ്പീഡ് ഇങ്ങനെ ആയിരിക്കത്തില്ല. മറ്റു പല ബുദ്ധിമുട്ടുകൾ അതിനകത്ത് വരും. എന്തെങ്കിലും ട്രബിൾ കോഡ്സും തീർച്ചയായിട്ടും വണ്ടിക്ക് അത് ജനറേറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ബേസിക് ലെവൽ, അതായത് നമ്മുടെ ഇമ്പോർട്ടൻ്റ് സാധനം ബാറ്ററി, എയർ ഫിൽട്ടർ, സ്റ്റാർട്ടർ മോട്ടർ, പ്രൈമറി പമ്പ്, ഫ്യൂൽ ഫിൽട്ടർ, അങ്ങനെയുള്ള കാര്യങ്ങൾ മെയിൻലി നോക്കിയിട്ട് ഉറപ്പ് വരുത്തിയിട്ട് മേജറിലേക്ക് പോവുക. അങ്ങനെയാണെങ്കിൽ പൈസയും സമയം ലാഭിക്കാം. ഇത്രയും കാര്യങ്ങൾ, ഇത് ബേസിക് കാര്യങ്ങൾ. ഇനി ഇതെല്ലാം ചെയ്തിട്ട് ആവുന്നില്ല എങ്കിൽ പിന്നെ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ടൈമിംഗ് സൈഡാണ്. എഞ്ചിൻ കണ്ടീഷൻ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഇൻസ്പെക്ഷൻ വിൻഡോ ഇവിടെയുണ്ട്, ഈ ടൈമിംഗ് കവറിൽ തന്നെയുണ്ട്, അവിടെ ചെക്ക് ചെയ്യാം. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതിൻ്റെ കംപ്രഷൻ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാമെന്നില്ലേ, നമ്മുടെ ഹീറ്റർ പ്ലഗ് ഊരിയിട്ട് ഇവിടെ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇഞ്ചക്ടർ ഊരിയിട്ട് ഇവിടെ കംപ്രഷൻ ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു കംപ്രഷൻ ടെസ്റ്റിൻ്റെ കേസ് വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി തന്നെ ക്രാങ്കിങ് സ്പീഡ് ഇതൊന്നും ആയിരിക്കത്തില്ല. നല്ല രീതിയിൽ തന്നെ ക്രാങ്കിങ് സ്പീഡ് കാണും, പക്ഷേ കംപ്രഷൻ എടുക്കത്തുണ്ടാവില്ല. അതായത് പ്രോപ്പറായിട്ട് ആ ഫ്യൂലിന് ബേൺ ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രഷർ സിലിണ്ടറിനകത്ത് ബിൽഡ് ചെയ്യുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ഈ വണ്ടിക്ക് വരും. അത് തീർത്തും മോശമായ എഞ്ചിൻ, അല്ലെങ്കിൽ തീർത്തും എഞ്ചിൻ പണിയായ ഒരു കണ്ടീഷൻ ആകുമ്പോഴത്തേക്കാണ് ആ ഒരു സിറ്റുവേഷൻ വരിക. അപ്പോൾ ഈ വണ്ടീനെ സംബന്ധിച്ച് ഇത്തരം പണികൾ ഇതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഇത്തരം വർക്കുകൾ ചെയ്ത് തീർക്കാനായിട്ട് എത്രത്തോളം എക്സ്പെൻസ് വന്നു എന്നുള്ള കാര്യം, മെജോറിറ്റി എക്സ്പെൻസ് വന്നേക്ക് ഇതിൻ്റെ ഫ്യൂൽ ഇഞ്ചക്ഷൻ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അത്ര എക്സ്പെൻസ് ഇതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് ഓയിൽ ലീക്കൊക്കെ ഉണ്ടായിരുന്നു. ഫ്യൂലിൻ്റെ ഇഷ്യൂ, അതായത് ഇഞ്ചക്ഷൻ സംബന്ധമായിട്ടുള്ള കംപ്ലൈൻറ്റുകൾ നേരത്തെ ഫസ്റ്റ് ടൈം ഇതിൻ്റെ എഞ്ചിൻ പണിയാൻ നേരത്ത് പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഇത് കൂടുതൽ വഷളാവുകയും ചെയ്തത്. രണ്ടാമത് കസ്റ്റമർ ശ്രദ്ധിക്കാണ്ട് ഇത് വീണ്ടും എങ്ങനെയെങ്കിലും ഓടിക്കാൻ വേണ്ടിയിട്ട് തള്ളി സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും തള്ളി സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുവന്നതുകൊണ്ടാണ് ഇത്രയും കംപ്ലൈൻറ്റ് വന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുന്നേ ആദ്യം മുതൽ ചെക്ക് ചെയ്ത് പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയും എക്സ്പെൻസ് രണ്ടാമത് വരത്തില്ലായിരുന്നു. ഇതിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കസ്റ്റമർ തന്നെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം, ബാക്കിയുള്ള പ്രേക്ഷകർക്ക് അറിയിച്ചു കൊടുക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പം ഞാൻ ഈ ഷെയർ ചെയ്യുന്ന കണ്ടൻസ് ഇച്ചിരി ഡിഫറെൻ്റ് ആണെന്നുള്ളത് എനിക്കറിയാം. വളരെയധികം ക്ഷമ ഉള്ളവർ മാത്രമേ ഇത് ഫുള്ള് കാണുകയുള്ളൂ എന്നും എനിക്കറിയാം. പക്ഷേ ഇത് കാണുന്നവർക്ക് നല്ല രീതിയിൽ ഉപകരിക്കും എന്നുള്ള 100% ഉറപ്പ് എനിക്കുണ്ട്. കാരണം അത്രയ്ക്കും ഫീഡ്ബാക്ക് വരുന്നുണ്ട് പലയിടങ്ങളിൽ നിന്നും. പ്രത്യേകിച്ച് ഈ വീറ്റ് പോലുള്ള വണ്ടികളുടെ, അല്ലെങ്കിൽ നമ്മുടെ ലോഗൻ, ഡസ്റ്റർ പോലുള്ള വണ്ടികളുടെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരുപാട് ആൾക്കാർക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യുന്നുണ്ടെന്നുള്ളത് ഫീഡ്ബാക്ക് എനിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനും ഇത്രയും താല്പര്യമെടുത്ത് ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ ബീറ്റിൻ്റെ കേസിൽ ആദ്യമേ ഈ സ്റ്റാർട്ടിങ് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ബേസിക് ലെവൽ കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്താൽ തന്നെ 90% പ്രശ്നങ്ങൾ നിങ്ങളുടെ സോൾവ് ആവുന്നുള്ളത് 100% എനിക്ക് ഉറപ്പുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാനായിട്ട് മറക്കണ്ട. നമുക്ക് വീണ്ടും പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.